ജൂൺ 8 ശനിയാഴ്ച. സമയം വൈകുന്നേരം 6 മണിയോടടുത്തു. ഞാൻ കൂട്ടുകാരും ഒന്നിച്ച് വാട്ടർ ലാൻറ്റേൺ ഫെസ്റ്റിവൽ കാണാൻ പോകുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ടെക്സാസിലെ ഡെൻഡനിൽ നിന്നും 38 മൈൽ അകലെ ഫോർട്ട് വർത്ത് ഡൗൺ ടൗണിൽ ട്രിനിറ്റി നദിക്കരയിലുള്ള പാന്തർ ഐലൻഡ് പവലിയനിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ എത്തിച്ചേരാൻ ഏകദേശം 45 മിനിറ്റ് എടുക്കും. നമ്മളിപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നത് ട്രിനിറ്റി നദിയാണ്. കൃത്യമായും പറഞ്ഞാൽ ട്രിനിറ്റി നദിയുടെ ക്ലിയർ ഫോർക്ക് എന്ന ശാഖ. ഈ നദിക്ക് കുറുകെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലവും നമുക്ക് കാണാൻ കഴിയും. നോർത്ത് ഹെൻഡേഴ്സൺ സ്ട്രീറ്റ് എന്ന റോഡിൻ്റെ ഭാഗമായാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാതയുടെ ഇടതുവശത്ത് നദിയും വലതുവശത്ത് പാർക്കിംഗ് സ്ലോട്ടുമാണ്. പാർക്കിംഗ് സ്ലോട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് വാഹനങ്ങൾ ഓൾറെഡി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത്രയും ആൾക്കാർ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ സമയം 7 മണിയോടടുത്ത് കാണും. എന്നിരുന്നാലും പകൽ വെളിച്ചം മായാതെയുണ്ട്. ഇപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയം ഏകദേശം 8:40 അതുകൊണ്ട് തന്നെ 7 മണിക്കൊക്കെ നല്ല പകൽ വെളിച്ചം ലഭ്യമാണ്. കൃത്യം 6 മണിക്ക് തന്നെ ഈവൻറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ഈവൻറ്റിൻ്റെ ഭാഗമായിട്ടും ഇവിടെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഫുഡ് ട്രക്സ്. ഇവിടെ പ്രധാനമായിട്ടും 2 ഫുഡ് ട്രക്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്നാക്സ് ഐറ്റംസ് വാങ്ങാനും മറ്റൊന്ന് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ടുള്ളതുമായിരുന്നു. ഞാൻ ഫിഷ് ടാക്കോസും ബബിൾ ടീയുമാണ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. ഫുഡ് കയ്യിലെടുത്ത് ഞങ്ങൾ നേരെ പുൽത്തകിടിയിൽ ഇരിക്കാൻ വേണ്ടി പോയി. ഇതാണ് എൻ്റെ ടാക്കോസ്. സമയം 9 കഴിഞ്ഞു. എല്ലാവരും തന്നെ വാട്ടർ ലാൻറ്റേൺ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളും രജിസ്ട്രേഷൻ സമയത്ത് കിട്ടിയ കിറ്റിലെ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് വാട്ടർ ലാൻറ്റേൺ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. യഥാർത്ഥത്തിൽ വാട്ടർ ലാൻറ്റേണിൻ്റെ ഉത്ഭവം നമ്മുടെ രാജ്യമായ ഭാരതത്തിലാണ്. നമുക്കറിയാം, ഉത്സവങ്ങളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പലവിധ പരമ്പരാഗത ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ദീപങ്ങൾ ഒഴുക്കുന്ന പതിവുണ്ട്. കാലക്രമേണ മറ്റു രാജ്യങ്ങളിലേക്കും പല ഭാവത്തിലും രൂപത്തിലും വ്യാപിക്കുകയാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഫെസ്റ്റിവലിൽ പങ്കുകൊള്ളാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പല ആളുകളും ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ക്യാമ്പിംഗ് ചെയർ, ടെൻറ്റ്, പിന്നെ ബ്ലാങ്കറ്റ്, ഇവയൊക്കെ സഹിതമാണ് പലരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലെ ദീപങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സ്വപ്നങ്ങളും സന്തോഷവും ഒക്കെയാണ്. ചില ആൾക്കാർ തങ്ങളുടെ ചിത്രരചനാ പാടവം ഈ ദീപങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അമേരിക്കക്കാർ ആഘോഷങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. അത്തരമൊരു ആഘോഷം തന്നെയാണ് വാട്ടർ ലാൻറ്റേൺ ഫെസ്റ്റിവൽ. ഞങ്ങൾ ലാൻറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വലിയൊരു ക്യൂ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു വാട്ടർ ലാൻറ്റേൺ ജലത്തിൽ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട്. അമേരിക്കക്കാരെ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരും അവിടെ സന്നിഹിതരായിരുന്നു. ഒഴുക്കിവിടാനുള്ള ഓരോ ദീപങ്ങളിലും അവരുടെ മാതൃഭാഷയിൽ കോറിയിട്ടിരിക്കുന്ന വാക്കുകൾ ദൃശ്യമായിരുന്നു. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഇതാ നമ്മുടെ ദീപങ്ങൾ ഒഴുക്കിവിടാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ആൾക്കാർ 9:30 തന്നെ ദീപം ഒഴുക്കാൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദൂരെയാണെങ്കിലും ദീപങ്ങളുടെ കൂട്ടം ഈ നദിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും അധികം ആൾക്കാർ ഒത്തുചേർന്നിട്ടുള്ള ഈ ഉത്സവം നമ്മുടെ നാട്ടിലെ കാണാറുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ള ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് എന്നിൽ ജനിപ്പിച്ചത്. അമ്പലങ്ങളിലുണ്ടാകാറുള്ള നാമജപങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമാണ് അവിടെ കൂടിയിരിക്കുന്നവർ പരസ്പരം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണിന് കുളിർമയായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ 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 മനോഹരമായിരുന്നു ആ നദിയിൽ ഇങ്ങനെ ദീപങ്ങളുടെ കൂട്ടം കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ് ദീപങ്ങൾ ഒഴുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും അവസരം കിട്ടിയിരിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ ദീപം നദിയിലേക്ക് ഒഴുക്കിവിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ജലത്തിൽ ഒഴുകിവിടുന്ന ഓരോ ദീപങ്ങളും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നൊന്നായി വെള്ളത്തിൽ ഒരുമിച്ച് ദീപങ്ങളിങ്ങനെ ഒഴുക്കി വിടുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ആസ്വദിക്കുമ്പോൾ അത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ജലത്തിൽ ഒഴുക്കി വിടുന്ന ഓരോ ദീപങ്ങളുടെയും പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടി സമാധാനവും സന്തോഷവും കൈവരിക്കാൻ പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുകയാണ്. ബൈ ബൈ.